ഇൻസൈറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷണറി ടോക്കും പിന്നീട് മെഡിറ്റേഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിന്ന് നമ്മുടെ മനസ്സിനകത്ത് ഓരോന്നിനോട് ആസക്തി അല്ലെന്നുണ്ടെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുന്ന ആ പ്രോസസ്സ്, ആ പ്രക്രിയ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ വഴിയും ചിന്ത വഴിയുമാണ് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ അറിയുന്ന കാര്യങ്ങളെ അതുപോലെ തന്നെ ഭാവനയിൽ സൃഷ്ടിക്കാൻ ചിന്തയ്ക്ക് കഴിയും. അതുകൊണ്ട് ആറ് രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം ഇതിനെ അറിയും. ജസ്റ്റ് അറിയുക മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അവെയർ ആകും. ഒരു ശബ്ദം വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കാഴ്ച വരികയാണെങ്കിലോ, ഒരു സ്മെല്ല് വരികയാണെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പർശനം വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ചിന്ത വരികയാണെങ്കിലോ ഒക്കെ നമ്മൾ ജസ്റ്റ് അറിയുക എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ മനസ്സിന്റെ രണ്ടാമത്തെ ഘട്ടം ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇത് എന്താണ് ഞാൻ അറിഞ്ഞത് എന്നതിനെ വിവേചനം ചെയ്യും. തിരിച്ചറിയുക എന്ന് പറയും. അത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും പാസ്റ്റ് നോളജും ഒക്കെ വെച്ചാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിയുന്ന സമയത്താണ് ആ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ വിവേചിച്ചറിയുന്ന ആ മനസ്സിന്റെ ഭാഗമാണ് അതിന് ഒരു മൂല്യം കൽപ്പിക്കുന്നത്. ഇതെനിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ദോഷകരമാണ്, അതെനിക്ക് ചീത്തയാണ്, അല്ലെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ഹാനികരമാണ് എന്ന് ഇതിനെ കാറ്റഗറൈസ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ചിലത് പറയാം ഇത് ന്യൂട്രലാണ്, എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും പറയും. അപ്പൊ ഇത് നല്ലതാണ് എന്ന് ഇതിനെ മൂല്യം കൊടുത്താൽ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്താൽ അടുത്ത മൊമെന്റ് നമ്മുടെ ശരീരത്ത് അതിനനുസരിച്ച് ഉള്ള ഒരു സെൻസേഷൻ ഡെവലപ്പ് ചെയ്യും. അതൊരു ഫീലിംഗ് ആയിട്ട് വരും. അതാണ് ചിന്ത വരികയും അതിന്റെ കൂടെ തന്നെ ഫീലിംഗ് വരികയും ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കൂടിയാണ് നമ്മുടെ ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ചിന്തയും ആ ചിന്തയോട് ചേർന്നുള്ള ശരീരത്തുണ്ടാകുന്ന ഒരു ഫീലിംഗ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ വികാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഈ ഫീലിംഗ് എന്ന് പറയുന്നത് മനസ്സിനകത്താണ് വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിനകത്ത് നിന്ന് എല്ലാം ഈ ഫീൽ ചെയ്യണമെങ്കിൽ ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു മാധ്യമം, ഒരു മീഡിയം ആവശ്യമുണ്ട്. അവിടെയാണ് ആറ്റംസ് ഉള്ളത്. ആ ആറ്റംസ് ഉള്ള മീഡിയത്തിനകത്താണ് ഫീലിങ്സ് ഉണ്ടാവുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അറിയുന്നത്. ഈ ഫീലിങ്ങുകൾ ഉണ്ടായി കഴിയുമ്പോൾ അപ്പം സുഖകരമായ എനിക്ക് നല്ലതാണ് എന്ന് എൻ്റെ മനസ്സ് ഇവാലുവേറ്റ് ചെയ്താൽ അപ്പോൾ സുഖകരമായ അനുഭൂതി ഉണ്ടാവും. അതല്ല, എനിക്ക് ദോഷകരമാണ് എന്ന് എൻ്റെ മനസ്സ് വിവേചിച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്ത് അസുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം ഈ മനസ്സ് എങ്ങനെയാണ് ഇതിനെ വിവേചിക്കുന്നത് അനുസരിച്ചിരിക്കും. ഇത് ഹാനികരമാണോ അല്ലെങ്കിൽ ഇത് ഗുണകരമാണോ എന്ന് ഇതിനെ നമ്മൾ തട്ടിച്ചു നോക്കും. അങ്ങനെ ഇഷ്ടം തോന്നുന്ന, പിന്നീട് സുഖകരമാണെന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ നമ്മുടെ മനസ്സ് പിന്നീട് ഇഷ്ടം കാണിക്കും. അസുഖകരമായിട്ടുള്ള ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാക്കുന്നെങ്കിൽ ഇടയാക്കിയ കാര്യങ്ങളോടൊക്കെ നമ്മുടെ മനസ്സ് അനിഷ്ടം കാണിക്കും. അപ്പൊ ഇതെല്ലാം ബേസിക്കലി ഈ ഇഷ്ടവും അനിഷ്ടവും തോന്നുന്നത് മുഴുവൻ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഫീലിങ്സിനെ ആസ്പദമാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങുകളെയാണ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഈ വസ്തുവിനോടോ വ്യക്തിയോടോ സ്ഥലത്തോടോ സാഹചര്യത്തോടോ സന്ദർഭത്തോടോ ചിന്തയോടോ ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എന്ത് ഫീൽ ചെയ്യുന്നു ആ ഫീലിങ്ങിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചിലപ്പോ ഒരു അടുപ്പം തോന്നുന്നത് എങ്ങനെയാണ്, അയാളുടെ പെരുമാറ്റം, അയാളുടെ അപ്പിയറൻസ്, അയാളുടെ രീതികള്, അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല അനുഭൂതികൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. അയാളൊരു 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ പെരുമാറ്റങ്ങൾ നമുക്ക് തെറ്റായ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള അനുഭൂതികളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സുഖകരമല്ലാത്ത അനുഭൂതികൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ആ ആളെ വെറുക്കും. നമ്മളിപ്പോ ഒരാളെ വിശ്വസിച്ചു, ആ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ നമ്മളോട് വിശ്വാസപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ കരുതുന്ന സമയത്തൊക്കെ നമുക്ക് അയാളോട് ഇഷ്ടമാണ്. പക്ഷെ ഒരു ദിവസം അയാൾ വിശ്വാസവഞ്ചന കാണിച്ചു അല്ലെങ്കിൽ നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് മാറി. അതുകൊണ്ട് നമ്മൾ ആ ആളെ വെറുത്തു. വസ്തുക്കളോടുള്ള ഇഷ്ടം വരുന്നതും അങ്ങനെയാണ്. ഇനി വസ്തുക്കളോടുള്ള ഇഷ്ടം പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതായത്
എന്ത് ഫീലിംഗ് കിട്ടിയാലും ഒരു വസ്തുവിന് ആദ്യം തരുന്ന ആ ഒരു ഫീലിംഗ് പിന്നീട് തരാൻ പറ്റില്ല. ഒരു കാറ് നമ്മൾ വാങ്ങിച്ചു, ആ കാറ് ആദ്യത്തെ ദിവസം കിട്ടിയ എക്സൈറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും പിന്നെ രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യത്തില്ല. രണ്ടാമത്തെ ദിവസം കണ്ടു, മൂന്നാമത്തെ ദിവസം കണ്ടു, 10 ദിവസം കണ്ടു, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ അതിന് ആദ്യത്തെ ദിവസം തന്ന ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല, ബോഡിയിൽ കിട്ടുന്നില്ല. കാര്യം നമ്മുടെ വിവേചന മനസ്സ് അതിനെ വിവേചിക്കുന്നത് അങ്ങനെയാണ്. ഓ, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ കെമിസ്ട്രിയുടെ രീതി പറഞ്ഞാൽ, കെമിക്കലായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമൈന്റെ ക്രിയേഷൻ അങ്ങനെയാണ്. ഡോപ്പമൈൻ നമുക്ക് ആദ്യം തരുന്ന ആ ഒരു അത്രയും എമൗണ്ട് രണ്ടാമത് അതിന്റെ റിസപ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നത് കൊണ്ട് കൂടുതൽ ഡോപ്പമൈൻ തന്നാൽ മാത്രമേ നമുക്ക് ആദ്യം കിട്ടിയ ഫീലിംഗ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സമയത്ത് കിട്ടിയത് നമുക്ക് രണ്ടാമത് കിട്ടാൻ വരുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ മടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴും നമ്മൾ മനസ്സാഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് ആദ്യം കിട്ടിയ ആ ഫീൽ എനിക്ക് കിട്ടണം. അപ്പൊ നമ്മൾ മറ്റൊന്നിനെ ആശ്രയിച്ചു പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരേ ദിവസം ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് ആദ്യത്തെ ദിവസം കിട്ടിയ ഭയങ്കരമായ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, അത് ആദ്യം നമ്മുടെ ശരീരത്തിൽ തന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാക്കിൽ നമ്മുടെ ശരീരത്തിൽ തന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് തരാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണം തപ്പിപ്പോകുന്നത്. ഇപ്പം അഡിക്ഷൻ വരുന്നതും ആസക്തി വരുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു സാധനം, ഇപ്പം ഫോർ എക്സാമ്പിൾ മദ്യമാണെന്ന് വിചാരിക്കുക. മദ്യം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ചെറിയൊരു അളവിൽ നമ്മൾ കഴിച്ചു, അത് കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ബോഡിയിൽ കിട്ടി, നമ്മുടെ ബോഡിയിൽ ആ ഒരു സുഖ അനുഭൂതി കിട്ടി, അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു, ആ മദ്യത്തിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അനുഭൂതിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് അറിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഞാൻ മദ്യത്തെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതേ അളവിൽ എടുത്തു കഴിഞ്ഞാലും ആദ്യം കിട്ടിയ ആ ഒരു അനുഭൂതി ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ച ആ അളവിൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് ശരീരത്തിൽ ആദ്യം കിട്ടിയ എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്തായി? നമ്മൾ കുറച്ചുകൂടെ അടുത്ത ഡിഗ്രി കൂടിയ ഒരു സാധനമോ അല്ലെന്നുണ്ടെങ്കിൽ അളവിൽ കൂടുതലോ നമ്മൾ കഴിച്ചു നോക്കുന്നു. അങ്ങനെ കഴിക്കുമ്പോൾ ഓക്കെ, ആദ്യത്തെ ദിവസത്തെ കിട്ടി, അതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും സ്റ്റൈലായി മാറും. അതായത് അതിനോട് നമ്മൾ ഇമ്മ്യൂൺ ആവും. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം, അല്ലെങ്കിൽ മറ്റൊരു സാധനം എടുക്കണം, അങ്ങനെ അടുത്ത ലഹരിക്ക് വേണ്ടി പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ലഹരികൾ, അല്ലെങ്കിൽ ആ ആദ്യം കിട്ടിയ അനുഭൂതിയെ, ബോഡിയിലുണ്ടായ ഫീലിങ്ങിനെ മാച്ച് ചെയ്യാനാണ് നമ്മൾ പിന്നെയും കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങുകൾ നിലനിൽക്കുന്നില്ല. അത് മാറിപ്പോകുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ കിട്ടിയ സാധനത്തിന് നമുക്ക് പിടിച്ച് ശരീരത്തിൽ നിർത്താൻ പറ്റത്തില്ല. ഒരു സുഖാനുഭൂതി കിട്ടിയാലും ശരീരത്തിൽ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് പോകും. അപ്പൊ നമ്മൾ എന്നേക്കും അതിന്റെ അടിമയായി മാറുകയാണ്. നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ അനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും കൂടിയ അളവിൽ എടുക്കുകയും ചെയ്യും. ഒരിക്കലും തൃപ്തി കിട്ടത്തുമില്ല. അപ്പൊ ഈ മയക്കുമരുന്ന് അടിക്കുന്നവരാണെങ്കിലും മദ്യം കഴിക്കുന്നവരാണെങ്കിലും മനസ്സിലാക്കുന്നത് അവർ വെറും വിഡ്ഢികളാണെന്നുള്ളതാണ്. കാരണം ഒരിക്കലും അവർക്ക് തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടത്തില്ല. ആ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ പക്ഷെ കിടന്ന് ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും തൃപ്തി കിട്ടത്തില്ല. അവർ പക്ഷേ കൂടുതൽ ഇത് എടുക്കുന്ന അടിമയായി മാറിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമല്ലാതെ അവർക്ക് ആ തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് ഒരു കാലത്തും കിട്ടത്തില്ല. അവരെ കഴിക്കുമ്പോൾ അവർക്ക് തോന്നും തൃപ്തി കിട്ടിയെന്ന്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും. പിന്നെ അവരുടെ മനസ്സ് ക്രേവിങ് നടത്തും, അത് ക്രേവ് ചെയ്യാൻ തുടങ്ങും. ഇത് ഏത് കാര്യത്തിനും, ഇതുപോലത്തെ ഏത് കാര്യത്തിനും ഇത് ബാധകമാണ്. പണത്തിനുമാണല്ലോ ഇത് പറയുന്നത്. പണം ആദ്യം നമുക്ക് കിട്ടിയ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടിയാൽ അത് പോരാ എന്ന് തോന്നും. കാരണം ആ പണം കൊണ്ട് കിട്ടുന്ന ഒരു അനുഭൂതി, അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൂടുതൽ ഉണ്ടാക്കണം. പിന്നെ ഇതിലേക്ക് നയിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചിലർ ഇപ്പോൾ അതുപോലെ, ഉദാഹരണത്തിന് ലൈഫിൽ വല്ലാത്ത മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭയങ്കരമായി അസ്വസ്ഥത വരുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചാൽ കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സിനെ ഇതിനകത്തൊന്ന് കംപ്ലീറ്റ് ബോധത്തിൽ നിന്ന് പോയി ബോധം തന്നെ അങ്ങ് തല്ലിക്കെടുത്താൻ പറ്റുന്ന രീതിയിൽ മദ്യം കഴിക്കാന്ന് വിചാരിക്കും. ഒരു ആശ്വാസത്തിന് വേണ്ടി കഴിച്ചു തുടങ്ങുക. പിന്നെ ഇത് കാലക്രമത്തിൽ ഇത് കൂടി വരികയാണ്. കാരണം അയാൾ അതിനകത്തൊരു സുഖം അയാൾ കണ്ടെത്തുന്നുണ്ട്, ഒരു ബോഡിയിൽ സുഖാനുഭൂതി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പലരും മദ്യപാനികളായി മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും അവർ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നതും അങ്ങനെയാണ്. ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകൂടി ചെറുതായിട്ടൊന്ന് കൊടുത്തതായിരിക്കും. എന്തായാലും ഒരു സംഗതി അവർക്ക് അവരുടെ ശരീരത്തിലുള്ള സുഖാനുഭൂതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനോട് നമ്മുടെ മനസ്സ് ഇഷ്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇഷ്ടം കാണിക്കുന്ന പ്രവൃത്തി പിന്നെയും റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് അഡിക്റ്റ് ആയി പോകും. അത് ഭക്തി ആയാലും അങ്ങനെ തന്നെ. ഈ ഭക്തി, ഡിവോഷൻ എന്ന് പറയുന്ന സാധനവും ഇതുപോലെ തന്നെ ഡോപ്പമൈൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഡിവോഷൻ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ പരിപാലിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ എന്തോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു സുഖാനുഭൂതിയുണ്ട്. ആ സുഖാനുഭൂതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമേജും അതുമായിട്ട് നമ്മൾ അങ്ങ് അറ്റാച്ച്ഡ് ആവും.
അതായത് നമ്മുടെ മനസ്സ് ഇഷ്ടം കാണിക്കുകയാണ്, അനുഭൂതിയോട് ഇഷ്ടം കാണിക്കുകയാണ്. ഇഷ്ടം കാണിച്ച് നമ്മൾ അതിന്റെ അഡിക്റ്റ് ആയി മാറും. പിന്നെ നമ്മൾ അവിടെ എത്ര ലോജിക്ക് പറഞ്ഞാലും ഈ ആൾക്കാർ സാധാരണഗതിയിൽ മദ്യം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പുകവലിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാക്കുന്ന അതേ സ്വഭാവം അവർ കാണിക്കും ഭക്തിയിലും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ലോജിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത്. ഇപ്പൊ മദ്യം കഴിക്കുന്നത് വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. സിഗരറ്റ് പാക്കറ്റിന്റെ പുറകിലത്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ സുഖ അനുഭൂതിക്ക് വേണ്ടിയിട്ട് അവർ അടിമയായി പോകുന്നു. അവർക്ക് വീണ്ടും വീണ്ടും വേണം. അതിൽ നിന്ന് അവരെ മാറ്റുമ്പോൾ അവർക്ക് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും. വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് മാറ്റുമ്പോൾ അവർക്ക് ആ സുഖാനുഭൂതി കിട്ടാതെ വരുമ്പം അവർക്ക് ഇല്ലാത്തതിന്റെ ആ ഒരു അസ്വസ്ഥത അവരുടെ ശരീരം കാണിച്ചു തുടങ്ങും. അപ്പൊ ഇതാണ് അഡിക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഇതിന്റെ പ്രിൻസിപ്പിൾ. അതാണ് എല്ലാ സാധനത്തിനോടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതികളോട് നമ്മൾ ഇഷ്ടം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആവും. അതുപോലെ തന്നെ അനിഷ്ടം കാണിക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അതിനോട് എപ്പോഴും വെറുപ്പ് കാണിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സ് അജിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ ചില ശീലങ്ങൾ ഉണ്ടാക്കിയാണ് ഇതൊന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ട് അതിനുള്ള ശീലത്തിൽ തന്നെ അത് വർക്ക് ചെയ്യും. ആ ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ആ ശീലത്തെ കട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്നു, നമ്മൾ ആലോചിക്കാതെ ആണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് വെക്കും. പക്ഷെ നമ്മൾ അതിനെ ആ ശീലത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി രണ്ടാമത് അവെയർ ആയിട്ട് ആ ശീലത്തെ മാറ്റണം. അവെയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം ഇവിടെ അല്ല വെക്കേണ്ടത്, ഞാൻ മറ്റൊരു സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ മനസ്സ് എന്താണോ ശീലിച്ചു വെച്ചിരിക്കുന്നത് ആ ന്യൂറോൺ പാത്ത് തന്നെ വർക്ക് ചെയ്യും. അത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതോടും ആ പാത്ത് ബലവത്താവുകയും ചെയ്യും. അങ്ങനെയാണ് അഡിക്ഷൻ കൂടുതൽ ബലവത്തായി പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ അതിന്റെ പരിഹാര പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ ഈ അഡിക്ഷൻ ഉണ്ടാക്കിയത്, അതായത് അനുഭൂതിയോട് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സുഖാനുഭൂതിയോട് ഇഷ്ടം കാണിച്ചത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിന്റെ ശീലമാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ അതേ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അനുഭൂതി വരുന്നു, സുഖാനുഭൂതി വരുന്നു, അതിനെ നമ്മൾ അവെയറായി ഒബ്സർവ് ചെയ്യുന്നു, അതിനെ തന്നെത്താൻ അങ്ങ് പോകാൻ അനുവദിക്കണം. പാസ് ഓൺ ചെയ്ത് അത് കെട്ടടങ്ങാൻ സെറ്റിൽ ആവാൻ അനുവദിക്കണം. അപ്പൊ നമ്മൾ അനിഷ്ടം കാണിക്കത്തില്ല. എത്ര വലിയ പ്രശ്നമായാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്ങുകൾ കുറച്ച് കഴിയുമ്പോൾ അത് പോവും. അങ്ങനെയാണ് അതിന്റെ പ്രകൃതി. അപ്പോ അത് പോകുന്നിടം വരെ നമ്മൾ അതിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് മുക്തമാകും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഇങ്ങനെ മാത്രമാണ് നമുക്ക് അഡിക്ഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചാലും അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇപ്പൊ മദ്യം കഴിക്കുന്ന ഒരാൾക്ക് ഈ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ മദ്യത്തിനോടുള്ള ഒരു ആസക്തി ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അത് ആ മെഡിസിൻ കൊണ്ടാണെന്ന് അയാൾക്ക് അറിയാം. മെഡിസിൻ ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നീടും ആ ഒരു ഇഷ്ടം അതിനോട് തോന്നുകയും ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് തന്നെ അയാൾ തന്നെയാണ് ഇമ്മ്യൂൺ ആവേണ്ടത്. അയാൾ തന്നെയാണ് അയാളുടെ മനസ്സിനെ അതിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത്. അതിന് എങ്ങനെയാണോ ഇഷ്ടം ഉണ്ടാക്കിയത് അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ചെയ്യണം. അതായത് സെൻസേഷൻ വരുന്നു, അതിനോട് ഇഷ്ടം കാണിച്ചുള്ള ആ ഒരു ഹാബിറ്റിനെ മാറ്റി സെൻസേഷനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അതിനെ പാസ് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് കൂളാവും. അങ്ങനെ കുറച്ചാൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മോചിതനാവും. അങ്ങനെ മാത്രമാണ് നമുക്ക് അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പുതിയ തലമുറ, കേരളത്തിന്റെ തലമുറ ആ ഒരു കാര്യത്തിൽ വലിയൊരു പ്രശ്നത്തിലാണ് നമുക്കറിയാം. ആൾക്കാർ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് കൊടുക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെട്ട് ഇത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പദ്ധതിയിൽ തന്നെ അതിനെ ഇൻക്ലൂഡ് ചെയ്താൽ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ടോക്ക്. നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് തന്നെ പോവാം. അപ്പൊ ആ ഒരു സെൻസേഷനെ നമുക്ക് എപ്പോഴും നമ്മുടെ അവയർനെസ്സിൽ കിട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കണ്ണടയ്ക്കുക, ശ്വാസം ദീർഘമായിട്ട് 2-3 തവണ എടുക്കുക, ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുക, ഷോൾഡർ ഒന്ന് റിലാക്സ് ചെയ്യുക. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഞാൻ ബെല്ല് റിങ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കഴിവതും ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുള്ളൂ.
പക്ഷെ ഉറങ്ങിപ്പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ണുകൾ സാവധാനം അടച്ചിട്ടുണ്ട്. ബോഡി റിലാക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ചിന്തയിൽ നിന്നൊക്കെ വിടുവിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരികയാണ് ശ്വാസം. ശ്വാസത്തിന്റെ പ്രക്രിയ, അതായത് അത് ഉള്ളിലേക്ക് പോകുന്നു, പിന്നീട് ഒരു പോസ് വരുന്നു, പുറത്തേക്ക് പോകുന്നു, പിന്നീട് ഒരു പോസ് വരുന്നു. ഇതിങ്ങനെ ചാക്രികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈക്ലിക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശ്രദ്ധിക്കാം. പിന്നെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ നമ്മുടെ മൂക്കിനുള്ളിലൂടെ സ്പർശിച്ചിട്ടാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ആ സ്പർശനത്തെ ശ്രദ്ധയോടെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക. പിന്നീട് നമ്മുടെ മൂക്കിനകത്തേക്ക് കയറുന്ന ശ്വാസത്തിനും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനും ടെമ്പറേച്ചർ ചെറിയ വ്യത്യാസമുണ്ട്. ഉള്ളിലേക്ക് പോകുന്നത് തണുപ്പുള്ളതായിരിക്കും, പുറത്തേക്ക് പോകുന്ന അല്പം ചൂടുള്ളതായിരിക്കും. അതിൻ്റെ ആ ടെമ്പറേച്ചറിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാലാമത്, നമ്മുടെ മൂക്കിലേക്ക് ശ്വാസം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെറിയ നേരിയ ശബ്ദം നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അതും ശ്രദ്ധിക്കുക. ഇത് നാലും ശ്രദ്ധിച്ച് മനസ്സിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങി അവസാനം ആ സ്പർശനത്തെ തന്നെ ഏറ്റവും ഒടുവിൽ മൂക്കിലേക്ക് ഉള്ളിലേക്ക് പുറത്തേക്കും പോകുന്ന ശ്വാസത്തിന്റെ സ്പർശനത്തിൽ മാത്രം അവസാനം ശ്രദ്ധയിലെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മേൽ ചുണ്ടിന് മുകളിലുള്ള ആ ഭാഗം, മൂക്കിന് താഴെയുള്ള നമ്മുടെ മീശയുടെ ഒക്കെ ആ ഭാഗം, അവിടെ നമ്മുടെ ശ്വാസം തട്ടുന്നുണ്ടോ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പതുക്കെ കോൺസെൻട്രേഷൻ കൂട്ടി കൂട്ടി അതിലേക്ക് കൊണ്ടുവരിക. ശ്വാസത്തെ ഒരു രീതിയിലും നിങ്ങളായിട്ട് ബലം പ്രയോഗിക്കാനോ മാറ്റാനോ ശ്രമിക്കേണ്ട. അത് സ്വാഭാവികമായ രീതിയിൽ നടന്നോട്ടെ. ചിന്തകളിലേക്ക് പലതിലേക്കും മനസ്സ് പോകാൻ സാധ്യതയുണ്ട്, തിരിച്ചു കൊണ്ടുവരിക. ഉറക്കം വരാൻ സാധ്യതയുണ്ട്, അതിനെ അപ്പം തന്നെ അവയറായി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ മടങ്ങി വരിക.
ആരും ഉറങ്ങിപ്പോകരുത്. ശ്വാസത്തിൻ്റെ വിവിധ പ്രക്രിയകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷനും ഫോക്കസും കൂട്ടുക. പ്രസൻറ്റിൽ തന്നെ മനസ്സിനെ നിർത്തുക. സ്പർശനത്തെ കൂടുതലായി ശ്രദ്ധിക്കുക. മൂക്കിനകത്തേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്ന ശ്വാസം സ്പർശിക്കുന്നത്, അത് മേൽചുണ്ടിന് മുകളിലുള്ള ഇടത്ത് സ്പർശിക്കുന്നത് ശ്രദ്ധിക്കുക. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്ക് നമ്മുടെ മനസ്സ് പല ചിന്തകളിലേക്ക് പോകും. തിരിച്ചു കൊണ്ടുവരിക ശ്വാസത്തിലേക്ക്. പോകെ പോകെ നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റഡ് ആയി വരുമ്പോൾ ശരീരത്തിലുള്ള സംവേദനകൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് തന്നെ കിട്ടിത്തുടങ്ങും. അത് തനിയെ സംഭവിച്ചോളും. ചിന്തകളുടെ എണ്ണം കുറഞ്ഞ് ഫോക്കസ് കൂടി വരുമ്പോൾ തനിയെ സംവേദനകളുടെ ലോകം നിങ്ങൾക്ക് തുറന്നു കിട്ടും. ബോഡി മൊത്തം വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയോ ഇറിറ്റേറ്റഡ് ആവുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്.
ഇനി നിങ്ങളുടെ അറ്റൻഷൻ സാവധാനത്തിൽ 2 കൈവെള്ളകളിലേക്ക് കൊണ്ടുവരിക. കൈവെള്ളകൾക്കുള്ളിൽ എന്തെങ്കിലും തരിപ്പോ വൈബ്രേഷനോ എന്തെങ്കിലും അവിടെ സെൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓരോ വിരലുകളും ശ്രദ്ധിക്കുക, കൈവെള്ളയും ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് പോവുക. ശ്വാസത്തിന്റെ സ്പർശനം ശ്രദ്ധിക്കുക. ഇനി കാലിന്റെ വെള്ളകളിലേക്കും കാലിലെ വിരലുകളിലേക്കും നോക്കുക. ഉൾഭാഗം, അടിഭാഗം. അവിടെയും എന്തെങ്കിലും തരിപ്പുകളോ സെൻസേഷൻസോ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇനി വീണ്ടും തിരിച്ച് ശ്വാസത്തിലേക്ക് മടങ്ങുക. ശ്വാസത്തിന്റെ സ്പർശനം ശ്രദ്ധിക്കുക.
ഈ മൂക്കെന്ന് പറയുന്ന ആ ഒരു ഫുൾ അവയവം, അവിടെ എന്തെങ്കിലും സെൻസേഷൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി മുഖം മൊത്തത്തോടു കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മുഖത്തിന്റെ ഫ്രണ്ട് ഫേസ്, അവിടെ നെറ്റി ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഗം, കവിള്, ചുണ്ട്, കണ്ണ്, മൂക്ക്, മൊത്തത്തോടെ തന്നെ അവിടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. പല പല ഫീലിങ്ങുകളുണ്ടാവും. ചിലയിടത്ത് വേദന ഉണ്ടാവും, ചിലയിടത്ത് ചൊറിച്ചിലുണ്ടാവും, ചിലയിടത്ത് തണുപ്പുണ്ടാവും, ചിലയിടത്ത് ചൂടുണ്ടാവും, ചിലയിടത്ത് എന്തെങ്കിലും വേറെ രീതിയിലുള്ള മരവിപ്പോ വൈബ്രേഷൻസോ ഒക്കെ ഫീൽ ചെയ്യാം. എന്തും അതിനോടൊപ്പം ശ്വാസത്തിന്റെ സ്പർശനവും കൂടെ ശ്രദ്ധിക്കുക. ഇനി ശ്വാസം, മുഖം, കൈവെള്ള, കാൽവെള്ള, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ പോവുക. ശ്വാസത്തിൽ സ്പർശനം മാത്രം ശ്രദ്ധിക്കുക.
എല്ലാവർക്കും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വരാം. കൈകൊണ്ട് മുഖം ഒന്ന് തടവി കണ്ണുകളൊന്ന് തടവിയിട്ട് ഫ്രഷായി വരാം. ഈ പ്രക്രിയ, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ നേരം ശ്വാസത്തിലെ ആ ഒരു സ്പർശനത്തെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ചിന്തകളുടെ ആ ഒരു ഓട്ടം കുറഞ്ഞു കുറഞ്ഞ്, ചിന്തകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് മനസ്സ് കൂടുതൽ ശാന്തമായി തുടങ്ങും. അങ്ങനെ ശാന്തമായി തുടങ്ങുന്ന ഒരവസ്ഥയിൽ പതുക്കെ പതുക്കെ ശരീരത്തിലുള്ള സെൻസേഷൻസ് കൂടുതലായിട്ട് വ്യക്തമായി തുടങ്ങും. ചിലപ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൂടുതലായിട്ട് അത് അറിയും. പക്ഷെ അതും അത് നേരത്തെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അതിനോട് ഒരു ഇറിറ്റേഷൻ ഒന്നും കാണിക്കണ്ട. അതങ്ങനെ സ്വാഭാവികമായിട്ട് എൻ്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം കരുതിയാൽ മതി. എല്ലാ പ്രക്രിയയും പോലെ തന്നെ നമ്മുടെ ശരീരത്തുള്ള പ്രക്രിയകളാണ് ഇതെല്ലാം. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് പോലെ നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ ഹൃദയം ഇടിക്കുന്നത്. അപ്പോൾ കോശങ്ങൾ മാറുന്നുണ്ട്, കോശങ്ങൾ സ്ഥലത്ത് റിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒടിവോ ചതവോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നു പ്രകൃതി. അപ്പോൾ അത് തനിയെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസിനെ നമ്മൾ കൂടുതലായി അറിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ, പ്രകമ്പനം കൊള്ളുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പല രീതിയിലുള്ള പ്രകമ്പനങ്ങളാണ്. പെയിനിൻ്റെതാവാം, തരിപ്പിൻ്റെതാവാം, മരവിപ്പിൻ്റെതാവാം, തണുപ്പിൻ്റെതാവാം, ചൂടിൻ്റെതാവാം. പല രീതിയിലുള്ള ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് നമുക്ക് കിട്ടി തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ആവശ്യത്തിനുള്ള കോൺസെൻട്രേഷനായി, അഡിക്വേറ്റ് ആയി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനാണ് നമ്മൾ ഉപകാര സമാധി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒബ്സർവേഷനെ വ്യാപിപ്പിക്കാനുള്ള, ഉപകാരത്തിനുള്ള അത്രയുമുള്ള സമാധി ആയിട്ടുണ്ട്, മനസ്സിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഓരോ അനുഭൂതിയോടും നമ്മുടെ മനസ്സ് കാണിക്കുന്ന പ്രതികരണത്തെ നമ്മൾ പഠിക്കുകയും ആ പ്രതികരിക്കാതെ അനുഭൂതിയെ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന കറക്ഷൻ പ്രോസസ്സ് തുടങ്ങണം അവിടെ വെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടോക്കിൻ്റെ അകത്ത് ഒരു ഭാഗം കൂടെ പറയാൻ മറന്നുപോയി. അതായത് നമുക്ക് ചിലതിനോട് നമുക്ക് ഇഷ്ടക്കേട് കൊണ്ട് തന്നെ നമ്മുടെ ചില നെഗറ്റീവ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എന്ത് കണ്ടാലും ആ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ ദേഷ്യം വരും, അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരും. ആ ആളെ കണ്ടാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ ആ വസ്തുവിനെ കണ്ടാൽ, ആ സാധനത്തെ കണ്ടാൽ, ആ സ്ഥലത്തെ കണ്ടാലൊക്കെ നമുക്ക് അസ്വസ്ഥത തോന്നുന്ന ഒരു പെർമനന്റ് അറ്റാച്ച്മെന്റ് നമ്മൾ ചിലതുമായിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ അഡിക്ഷൻ പോലെ തന്നെ, അഡിക്ഷൻ എന്ന് പറയുന്നത് സുഖകരമായിട്ടുള്ളതിനോട് നമ്മൾ പിന്നെ പിന്നെ കാണിക്കുന്ന ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ടുണ്ടാക്കിയ അറ്റാച്ച്മെന്റ് ആണ് അഡിക്ഷൻ. ഇഷ്ടക്കേട് കൊണ്ടുണ്ടാക്കുന്ന അറ്റാച്ച്മെന്റ് നമ്മൾ ഫോബിയ എന്ന് പറയും. ഇത് ഒന്നിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. ഒന്ന് ഇഷ്ടം കൊണ്ടുണ്ടാക്കുന്നത് അഡിക്ഷൻസും, ഇഷ്ടക്കേട് കൊണ്ടുണ്ടാകുന്നത് ഫോബിയ എന്ന് പറയും. അത് രണ്ടും നമുക്ക് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ തന്നെ, ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇത് രണ്ടും നമുക്ക് മാറ്റേണ്ടതാണ്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റേജ് കാണുമ്പോൾ നമുക്ക് ഫിയർ വരുന്നത്, വെള്ളത്തിൽ പണ്ടെങ്ങാനും മുങ്ങാൻ തുടങ്ങിയ ഒരു അനുഭവമുള്ള ആൾക്ക് വെള്ളം കണ്ടാൽ പേടിയാവുന്നത്, ഇങ്ങനെയൊക്കെ ഫോബിയാസ് ഉണ്ട്. അതുപോലെ തന്നെ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ പരത്തി ചില സമൂഹങ്ങളോട് തന്നെ നമ്മുടെ മനസ്സിൽ ഫോബിയ ഉണ്ടാക്കി നമ്മുടെ സമൂഹം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വെറുപ്പ് ഉണ്ടാക്കി നമ്മളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫോബിയാസ് ആണ്. അപ്പൊ അതെല്ലാം നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ചില മതവിഭാഗങ്ങളോട്, ചില സമൂഹത്തിലെ ചില ജാതി വിഭാഗങ്ങളോട്, ചില ആൾക്കാരോട്, ചില നിറങ്ങളോട്, കറുത്ത നിറമുള്ളവരോട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരോട് നമ്മൾ ഒരു അറപ്പ് വെറുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന്റെ മാത്രമുള്ള ചില കളികളാണ്. ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് മനസ്സുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സ്ഥിരമായ ചില അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ആണത്. ഇതിനൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലെല്ലാം കിടന്ന് മനസ്സ് ദിവസം കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് ഓരോ നിമിഷവും മനസ്സ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെ മാറ്റണം. നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഓട്ടത്തെ പറ്റി, നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന സെൻസേഷനെ പറ്റി നമ്മൾ അവെയർ ആയി കഴിയുമ്പോൾ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കുറച്ച് സമയം ബാക്കിയുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ബുദ്ധൻ പഠിപ്പിച്ചതില് പല മെഡിറ്റേഷനിൽ ഒന്നാണോ വിപാസന, അതോ വിപാസന മാത്രമേ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ളൂ? ബുദ്ധൻ പഠിപ്പിച്ച അഷ്ടാംഗ മാർഗമാണ്. അതൊന്ന് മാത്രമേ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ അഷ്ടാംഗ മാർഗത്തിന്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്തെ ഈ സമാധി, പ്രജ്ഞ, ആ രണ്ട് കാര്യങ്ങളും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ സമത വിപാസന നമ്മൾ പറയുന്നത്. വിപස්සന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അതിനകത്തോട്ട് മുഴുകാതെ നിന്ന് നമ്മളതിനെ വാച്ച് ചെയ്യുന്നു.
അതായത് ഇപ്പോൾ ഒരു നദി ഒഴുകുവാണെങ്കിൽ നദിയുടെ കരയിൽ നിന്ന് നമ്മൾ അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാതെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒബ്സർവേഷനെ നമ്മൾ എത്രയും എന്താ പറയുക, ഒരു കൊളോക്കിയൽ ടേമിൽ പറയുന്നതാണ് വിപസന എന്നത്. എനിക്ക് പറഞ്ഞ അഷ്ടാംഗ മാർഗത്തിന്റെ തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒരു പേര് മാത്രമാണ് വിപസന. വിപസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷൻ. അതായത് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ 4 സതിപഥാനാസ് ഉണ്ട്. 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നതുണ്ട്. അവിടെ ചിന്ത, നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ ബോഡി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സെൻസേഷൻസ്, അതിനോടുള്ള മൈൻഡിന്റെ റിയാക്ഷൻസ്, സംഘാരം. ഇതിനെ 4 എണ്ണത്തിനെയും ഒബ്സർവ് ചെയ്യാൻ സതിപഥൻ. ഈ ഒബ്സർവ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് വിപസന എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബുദ്ധൻ പറയുന്നത്. അതായത് ആ സമ്മ സത്തി സമ്മ സമാധി എന്ന് പറയുന്നത്. അതായത് സമ്മ വിരിയോ സമ്മ സത്തി സമ്മ സമാധി, അതിനുശേഷം പിന്നെയാണ് പ്രജ്ഞ, അതിനാണ് സമാധിത്തി. ഇതെല്ലാം കൂടെ കൂടിയ സംഭവം തന്നെ നമ്മൾ ഒറ്റയടിക്ക് പറയുന്ന ഒരു പേരാണ് ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷൻ, വിപസന. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത നാളെ നമുക്ക് കാണാം. താങ്ക് യു സർ.